സ്കൂളുകൾ പൂട്ടുന്നതിനെതിരെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജി. അദ്ദേഹം പറയുന്നത് കുംഭമേളയ്ക്ക് ചിലവാക്കുന്നതിന്റെ ഒരു അംശം മാത്രം മതി സ്കൂളുകൾ നിലനിർത്തി കൊണ്ടുപോകാനെന്നാണ്. ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ ജഡ്ജിമാർ മുന്നോട്ട് വെച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ വികസനത്തിന് അത് ഒരു മുതൽക്കൂട്ടാവും. കുംഭമേള നടത്താൻ ചെലവഴിക്കുന്ന തുകയുടെ 1% ചെലവഴിച്ചിരുന്നുവെങ്കിൽ 100 മുതൽ 150 സ്കൂളുകൾ വരെ പൂട്ടുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും ജഡ്ജി ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ഷിർപൂർ എന്ന സ്ഥലത്ത് താൻ പഠിച്ച സ്കൂളിലെ ചടങ്ങിൽ സംസാരിക്കവെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് PB വരാലെ ഈ സ്കൂളുകൾക്ക് സർക്കാർ പണം അനുവദിക്കാത്തതിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ ഫണ്ടുകളുടെ അപര്യാപ്തത മൂലം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരെയാണ് ജസ്റ്റിസ് PB വരാലെ ഈ ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. കുംഭമേളയ്ക്ക് ചെലവഴിക്കുന്ന തുകയുടെ 0.1% ചെലവഴിച്ചിരുന്നുവെങ്കിൽ 100 മുതൽ 150 മറാഠി മീഡിയം സ്കൂളുകൾ പൂട്ടുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ജസ്റ്റിസ് PB വരാലെ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ സമീപകാലത്ത് ഈ കുംഭമേള നടത്തുന്നതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 34,000 കോടിയും ഇടനാഴി വികസനത്തിന് 11,000 കോടിയും ചെലവഴിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. താൻ ഇങ്ങനെ പണം ചെലവഴിക്കുന്നതിനെതിരല്ല, പക്ഷേ ആ തുകയുടെ 0.1% ഈ സ്കൂളുകളുടെ വികസനത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ 100 മുതൽ 150 സ്കൂളുകൾ വരെ പൂട്ടുന്നത് തടയാൻ വേണ്ടി സർക്കാരിന് സാധിക്കുമായിരുന്നു എന്നാണ് ജസ്റ്റിസ് PB വരാലെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നത്.